ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു മക്രോണീൻ്റെ റെസിപ്പിയാണ്. മക്രോണി എല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഓരോരുത്തർ ഓരോ സൈസിലായിരിക്കും മക്രോണി ഉണ്ടാക്കുക. എല്ലാവരുടെ ഫുഡ് ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെങ്കിൽ അത് വേറൊരു ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ മക്രോണി ഇട്ട് ഓയിലൊഴിച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടീൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ അതിലേക്ക് ഇതാ 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ചിക്കൻ ഇതാ ഫ്രൈ ആക്കലൊന്നുമില്ല, ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചു ഓയിലൊഴിച്ച് അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ചിക്കൻ സവാള എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ഒരു 10 മിനിറ്റിൽ ചെറിയ തീയിൽ വേവിക്കുമ്പോൾ ചിക്കനെല്ലാം നല്ല പോലെ വേവും. ചിലർ വിചാരിക്കും പച്ച ചിക്കന് ഇതിൽ ഈ എണ്ണയിൽ ഇത്ര പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചെറിയ ബോൺലെസ് ആണ് കട്ട് ചെയ്തുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് ചിക്കനേ ഉള്ളൂ, ഇവിടെ എത്രയേ ചിക്കൻ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരു മുട്ടയും ഇടാം, ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണല്ലോ എല്ലാം. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. 2-3 ചെറിയ ഉള്ളിയാണ് എടുത്തത്, ചിക്കന്, പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഉപ്പിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ചെറിയ തീയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ചേർക്കുന്നത് ഗരം മസാല ആണ്. ഒരു 1/4 ടീസ്പൂൺ അത്ര ഗരം മസാല, പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല എല്ലാം ഒന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കി വെച്ച് നടുവിലാണ് മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറേ മുട്ട വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളെ സാലിയൻ്റെ തുമ്മണി സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസും ടൊമാറ്റോ സോസും തുമ്മണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇടേണ്ടത് നൂഡിൽസ് മസാല ആണ്. അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ മക്രോണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതാ നൂഡിൽസ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണ്ടിയവർക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുരുമുളക് ഇടുന്നില്ല, അത്യാവശ്യം എരിവുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച മക്രോണി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല അപ്പം പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നല്ലോണം ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം മക്രോണി റെഡി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം.